2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. ആവേശം വാനോളം ഉയർത്തി നിലമ്പൂരിൽ മുന്നണികളുടെ കൊട്ടിക്കലാശം. റോഡുകൾ കൈയടക്കി പാർട്ടി പ്രവർത്തകർ. കൊട്ടിക്കലാശത്തിൽ സംഘർഷം ഒഴിവാക്കാൻ വിവിധ മുന്നണികൾക്ക് പോലീസ് വെവ്വേറെ സ്ഥലം നിശ്ചയിച്ചു നൽകിയതിനാൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് സമാപനം കുറിച്ച് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പാർട്ടി പ്രവർത്തകരുടെ ആവേശോജ്വലമായ കൊട്ടിക്കലാശത്തിന് സമാപനം. വൈകുന്നേരം 6 മണിയോടെ പോലീസിന്റെ നിയന്ത്രണത്തിൽ നടത്തിയിരുന്ന കൊട്ടിക്കലാശത്തിന് സമാപനം കുറിക്കുകയായിരുന്നു. അവസാന മണിക്കൂറുകളിൽ കാലുകുത്താനിടമില്ലാത്ത വിധം നിലമ്പൂർ ടൌൺ വിവിധ പാർട്ടി പ്രവർത്തകരാൽ തിങ്ങി നിറഞ്ഞു. LDF, UDF, NDA സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചരണം കൊഴുപ്പിച്ചു. നിലമ്പൂർ ആശുപത്രി റോഡ് ജംഗ്ഷനിൽ UDFും കോവിലകം റോഡ് ജംഗ്ഷന്റെ ഇരുഭാഗങ്ങളിൽ LDF, NDA മുന്നണികളും തമ്പടിച്ച് കൊട്ടിക്കലാശം ആവേശമാക്കി. വൈകുന്നേരം 6 വരെയാണ് പോലീസ് സമയം അനുവദിച്ചത്. ഉച്ചയോടെ തന്നെ പ്രവർത്തകർ ടൌണിലെത്തിയിരുന്നു. 5 മണിയോടെ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് പ്രവർത്തകരെ നിയന്ത്രിച്ചു. അവസാന സമയം സ്ഥാനാർത്ഥികൾ കൂടിയെത്തിയതോടെ പ്രവർത്തകർ ആവേശത്തോടെ തകർത്താടി. KNG റോഡിൽ വലിയ തോതിലുള്ള ഗതാഗത തടസ്സം മറികടക്കാൻ വാഹനങ്ങളെ മിനി ബൈപ്പാസ് വഴി തിരിച്ചുവിടുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന വാഹനങ്ങൾക്ക് കോവിലകം റോഡ് വഴിയോ ആശുപത്രിക്ക് പുറകിലുള്ള റോഡ് വഴിയോ പുറത്തു കടക്കാൻ കഴിയുമെന്നത് വലിയ തടസ്സങ്ങൾ ഉണ്ടാവുന്നത് ഒഴിവാക്കി. നിലമ്പൂർ ഡിവൈഎസ്പി വിശ്വംഭരൻ നായർ, ഇൻസ്പെക്ടർ BS ബിനു എന്നിവരുടെ നേതൃത്വത്തിൽ ആവശ്യത്തിന് പോലീസും ഉണ്ടായിരുന്നത് സ്ഥിതിഗതികൾ ശാന്തമായി തുടരാൻ സഹായിച്ചു. കേന്ദ്രസേനയെ വിന്യസിച്ച് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാനുള്ള മുൻകരുതലുകളും പോലീസ് എടുത്തിരുന്നു. 1 മാസത്തോളം നീണ്ടുനിന്ന വാശിയേറിയ പ്രചരണത്തിനൊടുവിലാണ് നിലമ്പൂരിൽ കൊട്ടിക്കലാശത്തിലേക്ക് കടന്നത്. വിവാദങ്ങളും ജനകീയ വിഷയങ്ങളുമെല്ലാം ചർച്ചയായ നിലമ്പൂർ വ്യാഴാഴ്ചയാണ് വിധിയെഴുതുന്നത്. നാളെ നിശബ്ദ പ്രചരണമാണ്. UDFനായി ആര്യാടൻ ഷൌക്കത്ത്, LDF സ്വതന്ത്രനായി U ഷറഫലി, NDAയ്ക്കായി ഗിരീഷ് മേക്കാട് തുടങ്ങിയവരാണ് മത്സരരംഗത്തുള്ളത്. ഭരണവിരുദ്ധ വികാരം വോട്ടാകുമെന്ന UDFും സർക്കാരിന്റെ നേട്ടങ്ങൾക്ക് ജനം പിന്തുണ നൽകുമെന്ന് LDFും നില മെച്ചപ്പെടുത്താനാകുമെന്ന് NDAയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.